സർ, അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ ജനമൈത്രി സ്വഭാവം നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം 2006-11 കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് 16-ലാണ്. ആ 2016 ശേഷമുള്ള പോലീസിൻ്റെ ഇടപെടൽ, നിപ്പ ബാധിച്ച ഘട്ടം, നമ്മുടെ പ്രളയഘട്ടം, 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയുടെ ഘട്ടം, സർ, അതിൻ്റെ തുടർച്ചയായി വന്ന കോവിഡ് മഹാമാരിയുടെ ഘട്ടം, വളരെ വ്യത്യസ്തമായൊരു മുഖമാണ് കേരള പോലീസിന് ആർക്കും ദർശിക്കാനായത്. അത് ജനോന്മുഖമായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി താല്പര്യപൂർവം ഇടപെടുന്ന പോലീസുകാരെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിൽ അത്തരമൊരു അവസ്ഥ വന്നപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം കേരളത്തിലെ പോലീസിൽ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. മഹാഭൂരിപക്ഷം ഈ ഒരു പുതിയ സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റായ കാര്യങ്ങൾ പോലീസ് യൂണിഫോം ഇട്ട് എന്നതുകൊണ്ട് മാത്രം എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞുപോയി എന്ന് വരില്ല. ചില വ്യക്തികൾ ഈ പുതിയ സമീപനം അതേപോലെ ഉൾക്കൊള്ളാത്തവരുണ്ടാവും. പഴയതിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുന്നവരുണ്ടാവും. അത്തരം ആളുകൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന സമീപനം അത് ഗവൺമെൻറ് ഭാഗത്തുണ്ടാകില്ല. അതാണ് നാം കാണേണ്ട കാര്യം. ഒരു തരത്തിലും അവരെ സംരക്ഷിക്കാൻ തയ്യാറാവില്ല. സർ, അങ്ങ് ആവർത്തിച്ച് 3-4 പ്രാവശ്യം പറഞ്ഞു തെറ്റ് ചെയ്തവർ അവരെ രക്ഷിക്കാൻ ശ്രമിക്കില്ല. സാർ, ഇത്രയും വർഷക്കാലം ഈ വിവരം മുഴുവൻ അറിഞ്ഞിട്ട് നിങ്ങൾ ഇവരെ സംരക്ഷിക്കുകയായിരുന്നു. ഞങ്ങളുടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ് സാർ, ഈ വിഷയം ഞങ്ങൾ കൊണ്ടുവന്നിട്ട് സാർ, ഇത്രയും ക്രൂരമായി കസ്റ്റോഡിയൽ ടോർച്ചർ നടത്തിയ, ഞെട്ടിക്കുന്ന രീതിയിൽ നടത്തിയ ഈ ഉദ്യോഗസ്ഥന്മാരെ അങ്ങ് സർവീസിൽ നിന്ന് പിരിച്ചുവിടുമോ? അതാണ് ഞങ്ങളുടെ ചോദ്യം, സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം. അങ്ങ് എന്താണ് ഉത്തരം പറയുന്നത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ ആ ചോദ്യം ചോദിച്ചു. ഞാനത് കേട്ടിരിക്കുകയല്ലേ, ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനുണ്ടായ സംശയം ഞങ്ങൾ ഈ കുറ്റം ചെയ്താൽ ആ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സർ, അവിടെയാണ് വ്യത്യാസം. നമ്മുടെ പോലീസിൽ ആരെങ്കിലും കുറ്റം ചെയ്തതായി കണ്ടാൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. ഇപ്പോൾ കണക്കുകൾ നോക്കാം. 2016 മെയ് മുതൽ 2024 ജൂൺ വരെ 108 പോലീസുകാരെയാണ് പിരിച്ചുവിട്ടത്. എത്ര? 108. സർ, നോക്കണം. ഞാൻ 1956 മുതൽ എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 2016 മുതൽ 2024 വരെ എന്നാണ്. അപ്പോൾ 2024 ജൂൺ വരെ 108 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സർ, അങ്ങനെ ഏതെങ്കിലും ഒരു നടപടി ഇവിടെ
ഇപ്പോഴും ദീർഘകാലം കോൺഗ്രസ് ഭരണത്തിലുണ്ടായ അവസ്ഥ തന്നെയാണല്ലോ കേരളത്തിൽ കാണാൻ പറ്റുക. കേരളത്തിലെ ആകെ അവസ്ഥയെടുത്താൽ ദീർഘകാലം കോൺഗ്രസ് തന്നെയല്ലേ അധികാരത്തിലുണ്ടായിട്ടുണ്ടാകുക. അപ്പോൾ ഏതെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടു എന്ന് പറയാൻ സാധിക്കുമോ? ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്?